ഹലോ, ഇതുവരെയായിട്ട് നിങ്ങൾ സപ്തസ്വരങ്ങൾ പാടാൻ പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ നിങ്ങൾ പഠിച്ചിരിക്കും. എൻ്റെ കൂടെ കൂടിയിട്ട് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. സപ്തസ്വരങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. എന്നിട്ട് ഓരോരോ വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. എൻ്റെ ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഉണ്ട്, അതുപോലെ തന്നെ ലോങ് വീഡിയോസ് ഉണ്ട്, പ്രാക്ടീസ് സെഷൻസ് ഉണ്ട്. അത് നോക്കിയിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആദ്യം നിങ്ങൾ ഈ സപ്തസ്വരങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിച്ചെടുക്കാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് പാടുക എന്നുള്ളത്. പിന്നെ നമ്മൾ ശ്രുതി വെച്ചത് ജി ഷാർപ്പാണ് കേട്ടോ. ജി ഷാർപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? 5 കട്ട ശ്രുതിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അത് മെയിൽ വോയിസിനാണെങ്കിൽ നമുക്ക് കുറച്ച് കൂട്ടിയിടാം ശ്രുതി. ഇത് ഫീമെയിൽ വോയിസിനാകുമ്പം ജി ഷാർപ്പ് ഓക്കെയാണ്. മെയിൽ വോയിസിന് സി ഷാർപ്പ്, ഡി ആ ഒരു ശ്രുതിയിലാണ് പോവുക. നിങ്ങൾക്ക് ജി ഷാർപ്പിൽ പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താലും മതി. നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ശ്രുതി നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കണം കേട്ടോ. എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. സാ രി ഗ മ പ ധ ni sa sa ni dha pa ma ga re sa. ഇങ്ങനെ പാടണം. എൻ്റെ കൂടെ നിങ്ങൾ പാടി നോക്കിയാൽ മതി കേട്ടോ. ഇനി അതിൻ്റെ തൊട്ട് സ്പീഡ് നമുക്ക് അടുത്ത സ്പീഡിലേക്ക് പോവാം. സാ രി ഗ മ പ ധ ni sa sa ni dha pa ma ga re sa. ഇതാണ് അടുത്ത സ്പീഡ്. ഇനി അതിൻ്റെ അടുത്ത സ്പീഡ് സരി ഗ മ പ ധ ni sa sa ni dha pa ma ga re sa സരി ഗ മ പ ധ ni sa sa ni dha pa ma ga re sa. അടുത്തത് സരി ഗ മ പ ധ ni sa sa ni dha pa ma ga re sa സരി ഗ മ പ ധ ni sa sa ni dha pa ma ga re sa സരി ഗ മ പ ധ ni sa sa ni dha pa ma ga re sa സരി ഗ മ പ ധ ni sa sa ni dha pa ma ga re sa. അപ്പോൾ മനസ്സിലായില്ലേ സപ്തസ്വരങ്ങൾ എങ്ങനെയാണ് പാടുക എന്നുള്ളത്. ഇനി ഇത് ഒരുപാട് തവണ നമ്മളെ കൂടെ പാടി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് പാടാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പം ഇനിയും നമ്മുടെ ചാനലിൽ കാണുക. ഒരുപാട് വീഡിയോസ് ഉണ്ട്, പ്രാക്ടീസ് സെഷൻസ് ഉണ്ട്. ഇതൊക്കെ നന്നായിട്ട് കാണുക, പഠിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, ബൈ.